ഓക്കെ. നിങ്ങൾ NBTയിലെ ഒരു അംഗമായിരുന്നല്ല? അതെ അതെ അതെ. ഈ NBTന്ന് നിങ്ങൾ പുറത്തോട്ട് വരാനുള്ള കാരണം എന്താണ്? അതിനകത്ത് തന്നെ നിന്നാൽ പോരാണ്? ഇത്രയും ഒരുപാട് ആൾക്കാരുണ്ട്, അവിടെ ഒരുപാട് പേരുടെ കൂട്ടായ്മയുണ്ട്, സ്ഥിരം കമ്മിറ്റിയും മീറ്റിങ്ങും കാര്യങ്ങളും എല്ലാവരുടെയും ഒരു സഹകരണത്തിൽ നിന്ന് പുറത്തോട്ട് വന്നത് എന്തിനാണ്? പുറത്തോട്ട് വന്നത് പറഞ്ഞാൽ ഒരുപാട് വർഷം ഞാൻ അതിലായിരുന്നു. അപ്പോൾ അതിൽ പഠിപ്പിച്ച കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഈ മതം ഇങ്ങനെയാണ്, ഈ മതത്തിൽ ജീവിച്ചാൽ ഇങ്ങനെയും ഇങ്ങനെയും കുറേ ബെനിഫിറ്റുകൾ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് അഡ്വർടൈസ്മെൻ്റ് ഉണ്ട് ആ മതത്തിൻ്റെ ബേസിൽ. അങ്ങനെ ഞാൻ കുറേ കാലം ജീവിച്ചിട്ട് അവിടെ ഞാനായിട്ട് ഒന്നും കണ്ടെത്താൻ എനിക്ക് സാധിച്ചില്ല കുറേ കാലം. അതുകൊണ്ട് തന്നെ ഞാൻ പേര് കൊണ്ട് അതിലാണെങ്കിലും എനിക്ക് സ്വസ്ഥത കിട്ടാൻ വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളുടെയും പുറകെ ഞാൻ ഒരുപാട് ഓടി അലഞ്ഞു. പിന്നെയാണ് മനസ്സിലായത് ഈ ഓടി അലയുന്നിടത്തൊന്നും ഒന്നും കിട്ടണില്ല. പിന്നെ സാവധാനം ഇതിൻ്റെ ഉള്ളിൽ തന്നെ എന്താണ് ഇത് എന്നുള്ള ഭാഗത്ത് ഞാൻ കംപ്ലീറ്റ് അതിൻ്റെ നിയന്ത്രണത്തിൽ കുറച്ച് സമയം ഇരിക്കാൻ എനിക്ക് സാധിച്ചു. വളരെ പൂർണ്ണമായിട്ട് എന്താണ് ഇവർ പറയണത്, അല്ലെങ്കിൽ എന്തുകൊണ്ട്. കാരണം ഞാൻ മറ്റുള്ളവരെയാണ് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. ഇതിൽ നിങ്ങളിപ്പോൾ ഈ മതത്തിലുണ്ടെങ്കിൽ നിങ്ങളെങ്ങനെ ജീവിക്കണം, അല്ലെങ്കിൽ അടുത്ത ആളെങ്ങനെ ജീവിക്കണം. അപ്പോൾ ഇത് നോക്കുമ്പോഴൊന്നും ഈ മതവുമായിട്ട് സത്യത്തിൽ ആർക്കും ഒരു ബന്ധവും ഇല്ല. അതായത് നിയന്ത്രണത്തിലാണെന്ന് പറയുകയും എല്ലാവരും അവനവൻ്റെ രീതിയിൽ ഈ നിയന്ത്രണത്തിൽ നിന്ന് എങ്ങനെ പുറത്ത് കടക്കാമെന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പോഴാണ് മനസ്സിലായത് എന്ത്, ആദ്യം ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥ ഒന്ന് ഫുള്ളായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യണമല്ലോ. അങ്ങനെ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ, കുറച്ച് കാര്യങ്ങളൊക്കെ വളരെ സത്യസന്ധമായിട്ട് ചെയ്തപ്പോഴാണ് പിന്നീടുള്ള കാര്യങ്ങൾ മനസ്സിലായത് എന്ത്, ഇതിൻ്റെ ഉള്ളിൽ ഇതും ഒരു സർക്കിള് തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിൽ പിന്നെ ഇനി വളർച്ചയില്ല. മനസ്സിലായ? കാരണം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാലാകാലം അവർ പറയുന്ന ചില കാര്യങ്ങൾ കേട്ട് അതിൽ തന്നെ കിടന്ന് കറങ്ങാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ജീവിതം എന്താണെന്ന് നമ്മൾ അറിയാൻ പോണില്ല. അപ്പോഴാണ് ഓക്കെ അതിൽ കറക്റ്റ് ചെയ്ത് നിന്നപ്പോഴാണ് അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാനുള്ള ഒരു ഈസിയസ്റ്റ് ആയിട്ടുള്ളൊരു വേ ഉണ്ടെന്ന് മനസ്സിലായത്. അങ്ങനെയാണ് നമ്മൾ പരിചയപ്പെട്ടപ്പം ഓക്കെ ഇതതിൻ്റെ ഒരു ഹയർ വേർഷൻ ആണല്ലോ. അപ്പോൾ പിന്നെ ഒന്നും നോക്കില്ല. അല്ല, അതിൻ്റെ പുറത്തോട്ട് കിടക്കുകയാണ് ചെയ്തത് അതോ നിങ്ങളുടെ ഉള്ളിലോട്ട് കിടക്കുകയാണ് ചെയ്തത്? അതെ, നമ്മുടെ ഉള്ളിലേക്ക് കടന്ന ഭാഗം തന്നെ ഉള്ളിലേക്കാണ് കടന്നത്. അപ്പം മതം ഇങ്ങനെ ഒരു നിബന്ധന ഉണ്ടാക്കി വെച്ചിരുന്നതുകൊണ്ട് നിങ്ങൾ ഒരു ഭാഗത്ത് സുരക്ഷിതനായിരുന്നു. അതെ 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 അതെ. ആ സുരക്ഷിതത്വത്തിൽ നിന്നിരുന്നത് കൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ സാധിച്ചു. അതെ, നിങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കാൻ സാധിച്ചു എന്നുള്ളതല്ലേ എന്നുള്ളതാണ്. അപ്പം ഈ മതത്തിനകത്ത് നിൽക്കുന്ന ആൾക്കാർ ആ മതം അവർക്ക് ഗുണകരമാക്കുന്നതിന് പകരം ദോഷമാക്കുകയാണ് ചെയ്യുന്നത്. അതെ അതെ അതെ. ആ മതം കൊണ്ട് ഗുണം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അവരെ ശ്രദ്ധിക്കാൻ സാധിക്കണം. അതെ, മതം വലിച്ചു മുറുക്കുമ്പോൾ നമ്മുടെ ഉള്ളിലോട്ട് ശ്രദ്ധിക്കാനുള്ള ഒരു അവസരമാണ് മതം ഉണ്ടാക്കി തന്നത്. അതെ. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു സത്യം എന്ന് പറയുന്നൊരു സംഭവത്തെ കേട്ടപ്പോൾ അത് നടപ്പിലാക്കാൻ പറ്റി, പിന്നെ മതത്തെ നിർവീര്യം ചെയ്ത് കളയാനും പറ്റി. അതെ അതെ. കാരണം അവിടെ ആ സങ്കല്പത്തിന് അവിടെ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു. അതെ 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 അതെ. മറ്റേതെന്താ വെച്ചാൽ ഈ മതം 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 എന്നുള്ളത് മാത്രമേ ഉള്ളൂ, ആളവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ മതക്കാരൻ മതക്കാരൻ എന്നാ പറയുന്നത്. മനസ്സിലായോ? അല്ലാതെ ഈ മതം ഈ വ്യക്തിയുടെ പ്രോഗ്രസിന് വേണ്ടിയിട്ട് മുമ്പ് ജീവിച്ചിരുന്നവർ മതം പോലും ഇല്ല. മുമ്പ് ജീവിച്ചിരുന്നവർക്ക് അവർ ഒരുമിക്കാൻ വേണ്ടിയിട്ട് ഒരു കാരണം മാത്രമാണ് ഈ മതം. മനസ്സിലായോ? പിന്നെയാണ് ഇത് മതമായിട്ട് രൂപപ്പെടുന്നതും. പിന്നെ ഇതിൻ്റെ ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും നമുക്ക് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കില്ലല്ലോ. ഈ മതങ്ങളെല്ലാം രൂപപ്പെട്ടതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട് എന്ന് കരുതി മതത്തിലുള്ളവർക്ക് ആ കാരണം അറിയണമെന്നില്ല. അതായത് ഇപ്പോൾ കൊറേഷ്യ നക്ഷബന്ധ കുറൂർ നക്ഷബന്ധിയ തരീക്കത്ത്, കുറൂർ നക്ഷബന്ധിയ തുരുക്കത്ത് എന്ന് പറയുന്ന സംവിധാനത്തിനകത്ത് നിൽക്കുന്നവർ കിടന്ന് പാടുപെടുന്നെന്ന് പുറത്തോട്ട് പറയുമ്പോൾ ഇവര് അവരുടെ അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് എന്തിനാണെന്നുള്ള ഭാഗം മനസ്സിലാക്കാതെ പോയത് കൊണ്ടാണ് അത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഈ സംഘടനയ്ക്കും പറ്റിയില്ല. നിങ്ങൾ ഇതിനകത്ത് നിൽക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ഉള്ളിലോട്ട് തിരിഞ്ഞു നോക്കാനുള്ള ഒരു അവസരമാണ് ഇത് ഉണ്ടാക്കി തരുന്നത്. അതിനെ മര്യാദക്ക് ഈ അംഗങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ സാധിക്കാത്ത കൊണ്ടാണ് ഈ മതം മാത്രമേ ഉള്ളെന്നുള്ള ഭാഗത്തൊട്ടായി ഇവരുണ്ടെന്നുള്ള ഭാഗം ഇല്ലാണ്ടായി. ഇല്ല. കാരണം എല്ലാവരും ഈ മതം മനുഷ്യൻ ജനിച്ച അന്ന് തൊട്ടേ ഉള്ളതാണെന്നും പറഞ്ഞിട്ട് എന്തോ ഒരു സംഗതിനെ ഇവർ കൂട്ടിപ്പിടിക്കാൻ നോക്കുക. പക്ഷെ ആരാണ് കൂട്ടിപ്പിടിക്കണമെന്നുള്ള ഭാഗം ഇല്ല.
അതുകൊണ്ട് തന്നെ അപ്പോൾ അതെന്താ വെച്ചാൽ ഇതിന്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്ത്, ഈ പ്രസ്ഥാനത്തിലുള്ളവന് മരണമില്ല, ഈ മതത്തിൽ ജീവിക്കണവന് രണ്ട് ലോകത്തും, അതായത് അവനവന്റെ ഉള്ളിലും പുറത്തും അവൻ എപ്പോഴും ഉയർന്നു നിൽക്കും. യാതൊരു തരത്തിലുള്ള പ്രോബ്ലംസും അവനില്ല. മനസ്സിലായാലോ? ഒരു രോഗമില്ലാത്തൊരവസ്ഥ ഇത് തന്നെയാണ് പറയണത്. പക്ഷെ നോക്കുമ്പോ എന്താ, മുഴുവൻ രോഗികളാണ്. ഇതിനകത്ത് നിൽക്കുന്ന ആൾക്കാരെല്ലാവരും ഈ പറയുന്നതിന് ഘടകവിരുദ്ധമായിട്ടുള്ള അനുഭവത്തിലാണ് കാണുന്നത്. എക്സാക്ട്ലി. എന്ന് വെച്ചാൽ ഈ മതം പോലും അവർ മര്യാദക്ക് ഉപയോഗിക്കുന്നില്ല. ഇതിന്റെ അന്തസ്സത്ത്, അതിന്റെ പ്രായോഗികമായിട്ടുള്ള തലങ്ങളെ തൊടാതെയാണ് മതം കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടാണ് അംഗങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. അതെ. അതുകൊണ്ട് തന്നെ എന്താണ്, ഇത് ഒഴിവാക്കിയിട്ട് കുറെ ആൾക്കാർ ഇത് ഒഴിവാക്കി പോകുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒഴിവാക്കി പോണവന് അവന്റെ ആ ഈഗോ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സിഗരറ്റ്, കഞ്ചാവ്, അല്ലെങ്കിൽ ഇതിനേക്കാൾ അപ്പുറത്ത് കുറച്ച് നല്ല മതം, അങ്ങനെയാണ് തോന്നിയിട്ടാ പുറത്തേക്ക് പോണത്. അല്ലാതെ അവനവന്റെ ക്വാളിറ്റിയിൽ നിൽക്കാൻ സാധിക്കുന്നുള്ള ആ ഒരു എസെൻസ് ഈ മതത്തിന്റെ ഭാഗത്ത് നിന്ന് ആർക്കും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പുറത്തു പോയവൻ എന്താ ചെയ്യണത്, വീണ്ടും ഈ മതത്തിനെ ഉപദ്രവിച്ചില്ലാതാക്കാനാണ് നോക്കണത്. മനസ്സിലായ? അല്ലാതെ അവൻ സ്വസ്ഥമായിട്ട് ജീവിക്കാനല്ല നോക്കണത്. അതെ അതെ അതെ. ഇതിനകത്തുനിന്ന് പോയവര് വേറെ എന്തെങ്കിലും പോയി പെട്ട്. അതെ. അല്ലാതെ അവൻ പെടാതെ ഇരുന്നില്ല. ഇല്ല. പെടാതെ ഇരിക്കാൻ സാധിച്ചത് നിങ്ങൾക്കാണ്. ഒന്നിലും പെടാണ്ട് നിങ്ങൾക്ക് അതിന്റെ നിബന്ധനകളുടെ ഭാഗം നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റിക്കൊണ്ട് നിങ്ങളുടെ യാഥാർത്ഥ്യ ബോധത്തിലോട്ട് നിങ്ങൾ കണക്റ്റായി. എക്സാക്ട്ലി. അപ്പോൾ മതം കൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. ഒരു പ്രശ്നവും. അപ്പോൾ മതത്തിലുള്ളവർ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, മതത്തിനല്ല പ്രസക്തി, മതം നിങ്ങൾക്ക് തരുന്ന ആനുകൂല്യം എന്താണ്, നിങ്ങൾക്ക് സുരക്ഷിതമായിട്ട് കണ്ടെത്താനുള്ള മാർഗമാണ് മതം ഉണ്ടാക്കുന്ന വേലിക്കെട്ടുകൾ. അതായത് ഒരാള് പോലും ഞാൻ NBTക്കാരനാണെന്ന് പറയാൻ ധൈര്യമുള്ള ഒരാളും ഇല്ല. ഇത്രയും ആൾക്കാർ ആ മതത്തിൽ ഉണ്ടായിട്ട് ഈവൻ അതിന്റെ ഗുരു പോലും പറയണത് എന്താണ്, മുമ്പുള്ള കുറച്ച് ആൾക്കാരുടെ ചരിത്രം മാത്രമാണ്. മനസ്സിലായോ? കാരണം മുമ്പുള്ള ആൾക്കാർ എന്റെ വാപ്പ വല്യാപ്പാരായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയ മതമാണ് ഇത് എന്നാ പറയണത്. അത്രേ ഉള്ളൂ. അല്ലാണ്ട് എനിക്കതുകൊണ്ട് ഗുണമൊന്നുമില്ല. അതെ, എനിക്കതുകൊണ്ട് ഗുണമില്ല. കാരണം അതാണ് ഇതിന്റെ ഏറ്റവും വലിയ വിഷയം. കാരണം നിങ്ങൾ ഈ മതത്തിലാണെങ്കിൽ ഞാൻ യഥാർത്ഥ NBTക്കാരനാണെന്ന് ആർക്കറിയാൻ പറ്റുക? ആർക്കറിയാൻ പറ്റുക? അത് അനുഭവിക്കുന്നതിന്. അതെ. അപ്പൊ ഇത് ഒരാൾക്കും ഇത് പറയാനുള്ള ധൈര്യം ഇല്ല. മനസ്സിലായ? അപ്പോഴാണ് മനസ്സിലായത് എന്ത്, ഇവര് ദൈവത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഉണ്ടായ ഒരു മതം ദൈവത്തിനെ കാണിക്കല്ല. ദൈവം എന്ന് പറഞ്ഞാൽ അവനവനെ കാണിക്കുന്നതിന് പകരം ഇവര്. അപ്പൊ ഈ അടുത്ത കാലഘട്ടത്തിൽ ശരിയായിട്ടുള്ളൊരു NBTക്കാരനെന്ന് പറയുന്നത് നിങ്ങളാണ്. അതെ. കാരണം നിങ്ങൾ അതിനകത്ത് നിന്നതിന്റെ സർവ്വഗുണമാണ് നിങ്ങൾക്ക് നിങ്ങളെ കണ്ടെത്താൻ സാധിച്ചത്. എക്സാക്ട്ലി. ഇനി എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ അതിങ്ങനെ കറക്റ്റ് ചെയ്ത് പോവാനുള്ള ആ ഒരു അവസ്ഥ കൂടി ഉണ്ട്. എവിടെയും നിൽക്കണില്ല. മനസ്സിലായോ? പെട്ടുപോകുന്നില്ല. അതെ, പെട്ടുപോകുന്നില്ല. അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോ എത്ര വർഷമായിട്ട് നമ്മൾ ഒരുമിച്ച് ഇരിക്കാനുള്ള കാരണവും അതിന്റെ തുടക്കാവധി തന്നെയാണ്. കാരണം എന്താ, ഒരുമിച്ചിരിക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേര് ഒരുമിച്ചപ്പുണ്ടായ മതമാണ്. മനസ്സിലായ? മതം പോലെയല്ല, ഒരുമിക്കാൻ വേണ്ടിയിട്ട് ഇനി അവിടെ എന്ത് വേണേലും അത് തുടങ്ങിയത്. അപ്പൊ എല്ലാ NBTക്കാർക്കും അഭിവാദ്യങ്ങൾ. മംഗളം ഭവിക്കട്ടെ.